മഞ്ജു വാര്യർ മാത്രമാണ് മലയാളത്തിൽ അത് തിരുത്തിക്കുറിച്ച താരം. സംയുക്തയെക്കുറിച്ചും പറഞ്ഞ് മന്യ. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക. ആന്ധ്രാപ്രദേശിൽ നിന്നും വന്ന് മലയാളം ഉൾപ്പെടെയുള്ള തെന്നിന്ത്യൻ ഭാഷകളിൽ തന്റേതായ സ്ഥാനമുറപ്പിച്ച താരമാണ് മന്യ. 1989 പുറത്തിറങ്ങിയ സ്വന്തം എന്ന് കരുതി എന്ന മലയാള ചിത്രത്തിൽ ബാലതാരമായിട്ടാണ് മന്യ അഭിനയ ലോകത്തേക്ക് കാലെടുത്ത് വെക്കുന്നത്. സീതാ രാമരാജു എന്ന തെലുങ്ക് ചിത്രത്തിലൂടെ താരം 1997 നായികയായും അരങ്ങേറി. 2000 പുറത്തിറങ്ങിയ ലോഹിതദാസ് ദിലീപ് ചിത്രം ജോക്കറിലൂടെയാണ് മന്യ മലയാളത്തിൽ നായികയായി അരങ്ങേറുന്നത്. തുടർന്ന് വക്കാലത്ത് നാരായണൻകുട്ടി, രാക്ഷസ രാജാവ്, വൺ മാൻ ഷോ, കുഞ്ഞിക്കൂനൻ, സ്വപ്നക്കൂട്, അപരിചിതൻ, രക്ഷകൻ തുടങ്ങിയ നിരവധി മലയാള ചിത്രങ്ങളിൽ താരം അഭിനയിച്ചു. 2010 പുറത്തിറങ്ങിയ 13 വ്യാഴമാണ് മന്യയുടേതായി പുറത്തിറങ്ങിയ അവസാന ചിത്രം. വിവാഹത്തിനു ശേഷം അഭിനയ ജീവിതം പൂർണ്ണമായി ഉപേക്ഷിച്ച താരം ഇപ്പോൾ ബാംഗ്ലൂരിലാണ് കുടുംബസമേതം കഴിയുന്നത്. സിറ്റി ബാങ്കിൽ ഓഡിറ്റ് മാനേജരായി ജോലി ചെയ്യുകയാണ്. മികച്ച വേഷം കിട്ടുകയാണെങ്കിൽ ചലച്ചിത്ര ലോകത്തേക്ക് തിരികെ വരാൻ തയ്യാറാണെന്നാണ് ബിഹൈൻഡ് വുഡ്സ് എന്ന യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ താരം വ്യക്തമാക്കുന്നത്. 2006 മുതൽ ന്യൂയോർക്കിലായിരുന്നു. കൊളംബിയ സർവകലാശാലയിലെ പഠനത്തിന് ശേഷം JP മോർഗൻ കമ്പനിയിൽ ജോലി ലഭിക്കുകയും ചെയ്തു. അതോടെ അമേരിക്കയിൽ തന്നെ സെറ്റിൽഡ് ആകുകയും ചെയ്തു. വളരെ ആകസ്മികമായി സിനിമാ ലോകത്തേക്ക് വന്ന വ്യക്തിയാണ്. എന്റെ പിതാവ് ഒരു കാർഡിയോളജിസ്റ്റ് ആയിരുന്നു. ഞാൻ ജനിക്കുന്ന സമയത്തൊക്കെ ഞങ്ങൾ ലണ്ടനിലാണ്. എനിക്ക് 9 വയസ്സൊക്കെ ആയപ്പോൾ ഞങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു വന്നുവെന്നും മന്യ വ്യക്തമാക്കുന്നു. എനിക്ക് 13 വയസ്സുള്ളപ്പോഴാണ് അച്ഛൻ ഹൃദയാഘാതം മൂലം മരണപ്പെടുന്നത്. അതോടെ കുടുംബത്തിന്റെയും ഒരു ഉത്തരവാദിത്തം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് സിനിമയിലേക്ക് വന്നത്. ആദ്യം മോഡലിംഗ് ആയിരുന്നു ചെയ്തത്. നായികയായി ആദ്യം അരങ്ങേറുന്നത് തെലുങ്കിലാണ്. ഒരു സിനിമാ നായികയുടെ സെൽഫ് ലൈഫ് എന്ന് പറയുന്നത് പരമാവധി 5 മുതൽ 10 വർഷം വരെയാണെന്ന് എനിക്കറിയാം. അതിനുശേഷം കല്യാണം, കുട്ടികൾ, അങ്ങനെ കരിയർ ഉണ്ടാകില്ല. അതായത് ജോക്കർ പോലുള്ള ഒരു സിനിമയൊന്നും കിട്ടില്ല. അക്കാര്യം മനസ്സിലാക്കിയാണ് ഞാൻ പഠിക്കാൻ പോയതും ജോലി നേടിയതും. യാഥാർത്ഥ്യം എന്ന് പറയുന്നത് അതാണ്. എന്നാൽ അതിനെ മറികടക്കാൻ കഴിഞ്ഞ ഒരേ ഒരു താരം എന്ന് പറയുന്നത് മഞ്ജു വാര്യറാണ്. അവർ ഇപ്പോഴും മികച്ച റോളുകൾ ചെയ്യുന്നു. അത് അഭിമാനകരമായ കാര്യമാണ്. മലയാളം സിനിമ വളരെയധികം മിസ് ചെയ്യുന്നുണ്ട്. ഫഹദിന്റെ ആവേശമൊക്കെ കണ്ട് വളരെയധികം ഇഷ്ടമായി. മകൾക്ക് ആ പടത്തിലെ പാട്ടൊക്കെ വളരെയധികം ഇഷ്ടമാണ്. ഇപ്പോൾ നല്ലൊരു ജോലിയുണ്ട്, സാമ്പത്തികമായ സ്ഥിരതയുണ്ട്. മലയാള സിനിമാ രംഗത്ത് സംയുക്ത വർമ്മ വളരെ അടുത്ത സുഹൃത്താണ്. ദുബായിൽ ഒരു ഷോ ചെയ്യുന്ന സമയത്താണ് ഞങ്ങൾ തമ്മിലുള്ള സുഹൃത്ത് ബന്ധം ആരംഭിക്കുന്നത്. ഞങ്ങൾ രണ്ടുപേരുടെയും ആദ്യ ഷോ അതായിരുന്നു. ആ ബന്ധം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്നും മന്യ കൂട്ടിച്ചേർത്തു.